ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പഠിക്കുന്ന STC കോഴ്സിൻ്റെ IV ആണ് ഇന്ന് അങ്ങ് എറണാകുളത്ത് വെച്ച്. ഞങ്ങളുടെ കോഴ്സിൻ്റെ ലാസ്റ്റ് IV ആയതുകൊണ്ട് തന്നെ 2 ക്ലാസ്സുകാരും മെർജ് ചെയ്തൊരു ടൂർ പോലാണ് പോയത്. ഫുഡും മറ്റു ചിലവുകളൊക്കെ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ നിന്ന് കയറിയപ്പോഴേ അത്യാവശ്യം നല്ല അടിപൊളി പാട്ടൊക്കെയാണ് ഇട്ടിരുന്നത്. ഇത് കണ്ടോ, ഇതാണ് മീനാക്ഷി റോഡാണ് ഞാൻ ആദ്യം ഇരുന്നത്. കുറച്ച് നേരം റീലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബസ്സിൽ കയറിയാൽ പെട്ടെന്നുറങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഇതാണ് ജോബ്. രാവിലെ 7:30. രാവിലെ വിളിക്കാതെ നമ്മുടെ കൂടെ വരുന്നത് ആരാണ്? വിശപ്പ്. അങ്ങനെ ഞങ്ങളെ നല്ലോണം വിശന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഒന്നും നോക്കിയില്ല, 3 സെറ്റ് ഇഡലിയും ഒരു മസാല ദോശ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഈ ദോശ ഇഡലിയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഈ വിളിക്കാതെ കയറി വരുന്ന ഒരുത്തനുണ്ടല്ലോ, ആരെന്നറിയോ? ഇവൻ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിലോട്ട്. ഞാൻ ക്യാമറ കൊണ്ട് വരുമ്പോൾ ഓടി ഒളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇവര് എല്ലാവരും ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവർ തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ റോബോട്ടിക്സിന്റെ കോഴ്സ് ചെയ്യുന്ന കുട്ടികളാട്ടോ. ഇനി നമുക്ക് പല രൂപത്തിലും ഭാവത്തിലുള്ള മുറുക്കങ്ങൾ കാണാം. ഇതൊരു ഷോർട്ട് ടൈം കോഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും നല്ല കൂട്ടാകാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എറണാകുളത്തെത്തി. അതേ, ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതെ, ഈ കുബാബയുടെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഇന്ന് ഞങ്ങൾക്ക് ഐ ഹബ് റോബോട്ടിക്സ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്തിനാണ് ആർഷ ഇങ്ങനെ മിഴിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? GSTക്കാർക്ക് റോബോട്ട് എന്താണെന്ന് ചോദിച്ചാൽ അറിയാമോ? ഇല്ല, ഞങ്ങൾ പെട്ടുപോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനും ആർഷയും കുറച്ച് താമസിച്ചാണ് വന്നത്. അപ്പോഴത്തേനും ഫ്രണ്ട് സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മിസ് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും, ഞങ്ങൾ മിണ്ടാതിരിക്കും. എൻ്റെ ദൈവമേ, ഈ റോബോട്ടിൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, ശരിക്കും പേടിച്ചു പോകും. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി കേട്ടോ. റോബോട്ട് വരുന്നു എന്ന് പറഞ്ഞ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടോ ഇത്. ഇതിൻ്റെ പേര് നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ പറ്റും. ഇതേ നോക്കി, ഈ റൂമിനകത്ത് മുഴുവൻ ഓരോ സാധനങ്ങളും അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ ഞാനും അർഷയും പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതെന്താണെന്നറിയോ? പുറത്തിറങ്ങി ഞങ്ങളുടെ വലിയൊരു ഡിസ്കഷനാണ്, ചോറ് വേണോ കുഴിമന്തി വേണോ. എന്നാൽ കുഴിമന്തി തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആദ്യം കൈകൊക്കെ ആള് ഞാൻ തന്നെയാണ്. എന്നിട്ട് ഓർഡർ ചെയ്തത് ചോറാണ്. ബാക്കിയുള്ളവരെ കുഴിമന്തി കടയിലേക്കും പറഞ്ഞു വിട്ടു. ഞാൻ ചോറും കഴിച്ചു. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് നേരത്തെ ഫുഡ് കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പുറം പോയിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് പോയി. സംഗതി എല്ലാം രസമുണ്ട്. ഇതാണ് ഞങ്ങളുടെ പയ്യന്മാർ. ക്യാമറ ഏത് വഴിക്ക് പോയാലും അപ്പം 2 കൈ എടുത്ത് മുഖം കുപ്പത്തും. കട്ട വെയിറ്റിംഗ് ഫോർ കുഴിമന്തി. ഇരിക്കട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ മര്യാദയ്ക്ക് വിളിച്ച് നമുക്ക് ചോറുണ്ണാൻ പോകാവുന്നു. ഇവർ വെയിറ്റ് ചെയ്തിരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നു. ഫുഡ് കഴിക്കാൻ വന്ന ഒരാളെ പോലും ഞങ്ങളുടെ കൂടെ ആ സോഫയിൽ ഇരുത്തിയില്ല. എന്ത് ദുഷ്ടരല്ലേ! കൊട്ടാരത്തിൽ താമസിക്കുന്ന മീൻകുട്ടികളെ കണ്ടോ? ഇത് നമ്മുടെ 1-ാം കിളി, 2-ാം കിളി വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട്, 3-ാം കിളി വന്നിട്ടില്ല. ഇതെല്ലാം പിടിച്ചാണ് പറഞ്ഞത്. ഞാനത് ഉത്തരവാദിയാണ്. ഗൈസ്, ഞങ്ങളെ കെട്ടത് വണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയോ ബസ്സിനുള്ളിൽ കയറി ഓടിച്ചെന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ സ്ഥലമില്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ കുഴിമന്തി ടീംസ് എത്തുന്നത്. എത്തിയ ഉടനെ മുഖവും പൊത്തി എൻ്റെ ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് ഒരൊറ്റ പോകും. കട്ടിൽ കണ്ട ഉറങ്ങുന്ന കുട്ടികൾ നിങ്ങൾക്കുണ്ടോ? നോക്കൂ, കിടന്ന ഉടനെ ഉറങ്ങുന്ന 2 കുട്ടികളെ നിങ്ങൾ കാണും. ഇവരെ കിടന്നുറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ലതേ. ഇത് കണ്ടില്ലേ, ഒരു ടിഷ്യൂ ഒക്കെ എടുത്ത് മൂക്കി മാത്രം തുളയിട്ട് ശ്വാസം പോകുന്ന രീതി. കുറച്ചേരം ഞങ്ങൾ ട്രാഫിക്കിലൊക്കെ കിടന്നു. അപ്പോഴത്തെ പുറത്തോട്ടുള്ളൊരു ചെറിയ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ഇതിനാണ് ഹാപ്പി സ്വപ്നം എന്ന് പറയുന്നത്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം നേരെ വന്നിറങ്ങിയത് മറൈൻ ഡ്രൈവിലാണ്. ഞങ്ങൾ വന്ന ടൈം ഒരു ഉച്ചേ മുക്കാലൊക്കെ ആയപ്പോഴാണ്. 2 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും നല്ല വെയിലായിരുന്നു. ഇന്നാണ് അവിടെ എന്തോ ഒരു കോമ്പറ്റീഷനും കൂടി നടക്കുന്നുണ്ടായിരുന്നു. ആകെയുള്ളത് കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. വള്ളവും ബോട്ടും മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു. ചൂടിനൊരു ആശ്വാസം എന്നതുപോലെ സാർ ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നു. അവിടെ നീണ്ടൊരു ഡിസ്കഷൻ തന്നെ നടന്നു. കാരണം ഒരു തട്ട് ഐസ്ക്രീമിന് 40 രൂപയും അതിൻ്റെ 2 തട്ട് ഐസ്ക്രീമിന് 60 രൂപയാണ് പറഞ്ഞത്. എന്തൊക്കെയല്ലേ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ഞാനൊരു സ്ട്രോബെറി ഐസ്ക്രീം തന്നെ വാങ്ങി. ഇരുന്ന ഐസ്ക്രീം കുറച്ചേ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ഐസ്ക്രീം കൂടെ ഷെയർ ഇട്ടങ്ങ് കഴിച്ചു. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. കോമ്പറ്റീഷന്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നേ. വെയിലാണെങ്കിലും കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഉപ്പും മുളകും ഇട്ടൊരു മാങ്ങയും കൂടി
ആഹാ, ജാർലിവന്മാരൊക്കെ ഇതിൻ്റെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണുമ്പോഴേ നമുക്ക് വാരിപ്പറക്കി എല്ലാം കൂടെ വാങ്ങിക്കാൻ അങ്ങോട്ട് തോന്നും. ഇത് കണ്ടില്ലേ, ഈ കിടക്കുന്ന എല്ലാ കമ്മലിനും 50 രൂപ മാത്രം. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ കാണാനും വാങ്ങിക്കാനും. സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. ആർഷ എന്നോട് വലിയൊരു ആഗ്രഹം പറഞ്ഞു കേട്ടോ. ആഗ്രഹം സാധിക്കാൻ നേരം ആയപ്പോഴത്തേനും കടയിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി വന്നു. സംഭവം ഒന്നുമില്ലാതെ ഈ സാധനത്തെ പിടിച്ചൊരു വീഡിയോ വേണം. ഞാൻ അവിടുന്ന് കൂടുതലൊന്നും വാങ്ങിച്ചില്ല. ചോട്ടൂന് വേണ്ടിയിട്ട് ഒരു ബബിൾസ് വാങ്ങി. നമ്മൾ കടയിൽ നിന്ന് എന്ത് സാധനങ്ങൾ വാങ്ങിച്ചാലോ അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അത് ഉപയോഗിക്കാൻ കൊള്ളാമോ എന്നൊക്കെ നമ്മൾ നോക്കണ്ടേ. അതിന് ബബിൾസ് ഊതി അതിൽ കുമള വരുമെന്ന് നോക്കുകയാണ് സുധി. ഭാഗ്യമെന്ന് പറയട്ടെ, അതിൽ നിന്ന് കുമള അധികം വന്നില്ല. കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. ഇനി നമുക്ക് കുറച്ച് ഉറക്കങ്ങളൊക്കെ കാണാം. ഇതാണ് ഞങ്ങളുടെ കിച്ചുക്കുഞ്ഞ്. ആള് നല്ല രസമാണ്. പക്ഷെ ഇത് ഈ ഒരു കാര്യം മാത്രം ഇഷ്ടമല്ല. ഈ ഒരു യാത്ര ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇവനാണ് കേട്ടോ. ആള് ഭയങ്കര അടിപൊളിയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ പതിയെ ഞങ്ങളെല്ലാവരും അങ്ങ് രംഗത്തോട്ട് ഇറങ്ങി. എൻ്റെ കൂടെ ഈ ഡാൻസ് ചെയ്യുന്ന ആളാണ് അശ്വിൻ, ഡാൻസർ അശ്വിൻ. ഫസ്റ്റ് ഞാൻ ബസ്സിൽ കയറിയ സമയം തൊട്ട് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴേ എന്നെ ബാക്കിൽ നിന്നുള്ള വിളി വന്നിരുന്നു, ബാ 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 ഓടി വാ ഡാൻസ് കളിക്കാമെന്നും പറഞ്ഞിട്ട്. ഇതുപോലെ ബസ്സിലൊക്കെ കയറി നമുക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. ഒരു യൂക്കാലി, ഒരു ടൈഗർ ബാം, പിന്നൊരു നാരങ്ങ, അത് മസ്റ്റാണ്. കയറിയ ആദ്യത്തെ ആ സമയമൊക്കെ കുറച്ച് പിന്നിലോട്ട് നിന്നെങ്കിലും യാത്രയുടെ പകുതി ആയപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും രംഗത്തോട്ടിറങ്ങി. ഇത് ഇവരെ കണ്ടില്ലേ, ബസ് എവിടെ നിന്നാണോ എടുത്ത് ആ ടൈം തൊട്ട് ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ കയറിയിട്ട് ഒരു 3 ഉറക്കം കഴിഞ്ഞപ്പോഴും ഇവർ ഡാൻസ് നിർത്തിയിട്ടില്ല. 2 സീറ്റിലിരുന്നപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതുങ്ങൾക്കൊന്നും ക്ഷീണമില്ലേ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ സ്റ്റെപ്പ് ഇടുമ്പോഴത്തേനും ഓരോ ബ്രേക്ക്. ആ ബ്രേക്കിൽ എല്ലാവരും നേരെ അടിച്ച് വിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്ന കാണാം. അതുപോലെ അതേ ഫോഴ്സിൽ തിരിച്ചു വരുന്നതും കാണാം. അതുകൊണ്ട് എല്ലാവരും കുറച്ച് ജാഗരൂപരായിട്ടാണ് ഡാൻസ് കളിച്ചത്. നമ്മൾ ഇതുപോലത്തെ സിമ്പിൾ സ്റ്റെപ്പ് ഇടാറുള്ളൂ, കാരണം അധികം റിസ്ക് എടുക്കേണ്ടി വരില്ലല്ലോ. ഒരു കൂട്ടം ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് നല്ലതായിട്ട് വിശന്നു. പിന്നെ സാറിൻ്റെ വകയായിരുന്നു, ബജ്ജിയും ചായയൊക്കെ ആയിരുന്നു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ബസ്സിലേക്ക് കയറി വീണ്ടും ഡാൻസ് ആരംഭിച്ചിരിക്കുന്നു. ഇതുങ്ങളൊന്നും മനുഷ്യരല്ലേടെ. എനിക്ക് തോന്നുന്നു റോബോട്ടിക്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇവരെല്ലാം റോബോട്ടായെന്നാ തോന്നുന്നത്. എനിവേ നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര വൈബായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അടിപൊളി സെറ്റ് പിള്ളേരാണ്. രാവിലെ അങ്ങോട്ട് പോയതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വന്ന സമയത്താണ് കുറച്ചും കൂടെ എല്ലാവരും ആക്റ്റീവായത്. രാവിലെ കുറേ പേരൊക്കെ ഉറങ്ങി റെസ്റ്റ് എടുത്തു. എനിക്ക് തോന്നുന്നു ഈ ഒരു തയ്യാറെടുപ്പിനായിരുന്നു. സാധാരണ നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടാൻ വേണ്ടി മെലഡി സോങ്സ് ഒക്കെ ഇടുന്ന, ഇത് അങ്ങനൊന്നുമല്ല. ഒളിഞ്ഞു നിന്ന് ഡാൻസ് കളിക്കുന്നവർക്കും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നവർക്കും വേണ്ടി ബസ്സിലെ ജീവനക്കാർ സ്മോക്കും ലേസറും ഇട്ടിരിക്കുന്നു. ഞങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത്ര നേരമായിട്ട് ഞാൻ ഏത് ബസ്സാണെന്നോ എങ്ങനെ പോയെന്നോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ ബസ്സിന്റെ പേരാണ് ബ്ലാക്ക് പേൾ. സത്യം പറഞ്ഞാൽ ഈ ബസ്സിന്റെ കാര്യവും അതുപോലെ ഐവിയുടെ കാര്യവും ക്ലാസിന്റെ കാര്യവും എല്ലാം സെറ്റ് ചെയ്ത സാറാണ്. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചത്. നല്ലൊരു ബെറ്റർ ചൂസിങ് തന്നെ ആയിരുന്നു ആ ക്ലാസ്സും അതുപോലെ ഐവിയും. എനിവേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീണ്ടും ഒരു യാത്ര കൂടി വേണമെന്ന് മനസ്സിലുടലെടുത്തു ഈ ഒരു യാത്രയ്ക്ക് ശേഷം. ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ പൊന്മുടി ഏറ്റിക്കൊട്ടിക്കേറും താളം, ഇത് മുള്ളം കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിട തരികിടമേളം, ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരൻ വെള്ളിത്തേരെ, കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു വെള്ളിത്തേരാണി. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.